ഫെബ്രുവരി മാസം പകുതി കഴിഞ്ഞിട്ടും തണുപ്പ് വിട്ടുമാറാതെ മൂന്നാർ. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയാണ് പതിവ്. എന്നാൽ ഈ വർഷം ഇപ്പോഴും മൂന്നാറിന്റെ പ്രഭാതം തണുത്തുറഞ്ഞതാണ്. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. നേരം പാതിരാവ് കഴിയുന്നതോടെ മൂന്നാറിലെ താപനില 10-ൽ താഴെയാകും. പുലർക്കാലം എത്തുമ്പോൾ പല ദിവസങ്ങളിലും താപനില 5-ൽ താഴും. ഡിസംബർ അവസാന വാരം മുതൽ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ താപനില 0-വും 0-ന് താഴെയുമെത്തി. ചിലയിടങ്ങളിൽ രാവിലെ മഞ്ഞുപുതഞ്ഞ കാഴ്ചയും കാണാം. ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ പതിവ് തെറ്റിച്ച് ഫെബ്രുവരിയിലും പുലർക്കാലങ്ങളിൽ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി ആയിട്ട് പോലും തണുപ്പ് കുറയുന്നില്ല. അതായത് കഴിഞ്ഞ 3-ാം തീയതി, അതായത് ഫെബ്രുവരി 3-ാം തീയതിക്ക് ശേഷം ഇന്നേ വരെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിലോ 5 ആണ്. ശൈത്യം വിട്ടുമാറാത്തത് സഞ്ചാരികൾക്കേറെ സന്തോഷം പകരുന്നു. നിരവധി വിദേശ സഞ്ചാരികൾ ഇപ്പോഴും മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. Second time I've been. A very beautiful place. It's a place you can't miss, really. It really is one of the top places in India. പകൽ സമയങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെങ്കിലും വൈകുന്നേരമാകുന്നതോടെ മൂന്നാറിന് മുകളിൽ കുളിരു പുതയും. ഡിസംബർ ജനുവരി മാസങ്ങളെ അപേക്ഷിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പരീക്ഷാകാലമാകുന്നതോടെ മാർച്ച് മാസത്തിൽ പൊതുവെ മൂന്നാറിൽ സ്വദേശീയരായ സഞ്ചാരികളുടെ തിരക്ക് കുറയും. മധ്യവേനൽ അവധിക്കാലമാകുന്നതോടെ മൂന്നാർ വീണ്ടും സഞ്ചാരികളാൽ നിറയും. നിലവിൽ മൂന്നാറിൽ നിന്നും അതിശൈത്യം പൂർണ്ണമായി വിട്ടുമാറാത്തത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ആദ്യമായാണ് ഫെബ്രുവരി 2-ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത്. ന്യൂസ് മലയാളം, ഇടുക്കി.